ഞാൻ ഒരു കാര്യം പറയട്ടെ, 5-6 ദിവസമായിട്ട് നമ്മൾ ഈ വണ്ടിയും തള്ളി പല സ്ഥലങ്ങളിൽ പോവാണ്. ഒക്കെ നമ്മൾ പോലീസ് ഓടിച്ചു വിടും. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഇവിടുന്ന് നമ്മളെ പോലീസ് ഓടിച്ചു വിടും. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ എന്താ പ്രശ്നം? ഇത് തട്ടുകട നിരോധന മേഖലയാണിത്. തട്ടുകട ഇടാൻ പാടില്ല. ഇല്ലല്ല, നമുക്ക് തട്ടുകടയുടെ മുമ്പിലേ പുട്ടുകട എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിട്ട് കച്ചവടം ചെയ്താൽ ഇതാണ് കുഴപ്പം. ഒരു കാര്യം പറഞ്ഞാൽ അംഗീകരിക്കില്ല. ഇത് എനിക്ക് തോന്നില്ല ഇവിടെ വിടും. കോർപ്പറേഷൻ കാർ കണ്ടു കഴിഞ്ഞാൽ അപ്പോഴും തന്നെ എടുത്തോണ്ട് പോവുകയും ചെയ്യും. അത് ശരിയാ. കോർപ്പറേഷനിൽ നിന്ന് ആരെങ്കിലും വന്ന വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് നിന്നെ അടുത്ത് വണ്ടി ഇട്ടിട്ട് പോകും. നീ ഇതൊക്കെ എന്ത് രൂപ? നിങ്ങളെ ജോലി നിങ്ങൾ ചെയ്യാൻ നോക്ക്. വെറുതെ ഞങ്ങൾ ഇവിടെ നിരാഹാരം കിടക്കുന്ന ഞങ്ങളെയൊക്കെ വന്ന് ശല്യപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളെ ജോലി അങ്ങ് ചെയ്താൽ പോരായിരുന്നു. കടയിൽ കച്ചവടം തീരെ ഇല്ലാത്ത ഏരിയ ആണല്ലോ ഇത്. ഇവിടുന്ന് മാറ്റി പിടിച്ചില്ലെങ്കിൽ ശരിയാകല്ല. ഇത് പോയില്ലെങ്കിൽ ശരിയാവത്തില്ല. എന്താ ചെയ്യാനെന്നുള്ള ഞാൻ ആലോചിക്കണം. അതെ, ഈ പോലീസ് സ്റ്റേഷൻ എവിടെയാ? ഇവിടെ അടുത്തായിട്ട് എവിടെയാണെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ഇവിടെ അടുത്ത് എവിടെയാന്ന് പറഞ്ഞത്? പോലീസ് സ്റ്റേഷൻ എവിടെയാണ് സാറേ? ഇവിടെ ഇരി സാറേ. പേപ്പറിന്റെ ഓർത്തോ? അവിടെ ഇരിക്കും. സ്ഥലം മാറി വന്നാ കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കുന്ന കറക്റ്റ് സ്ഥലത്ത് പോയി. അതല്ല, പോലീസ് സ്റ്റേഷനിൽ സ്ഥലം മാറി വന്നാ സാറാ. എന്താ ഒരു സംസാരം? ഒന്നുമില്ല, പുതിയ സ്റ്റേഷനിൽ പുതിയതായിട്ട് വന്ന എസ് ഐ ആണ്. എന്റെ പൊന്നെ, വെളിച്ചപ്പാടിനെ കണ്ടത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. വെളിച്ചപ്പാടാണത്. അതെ, ഒരു ചായ തരും. ഒരു ചായ സാറേ. അതെ, പിന്നെ നമ്മളിപ്പോ ഈ പല സ്ഥലത്തും കൊണ്ട് കടയിട്ട് സാറേ. അപ്പൊ പോലീസുകാർ മാറ്റി ഇപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ട് കച്ചവടം തീരെ. എന്താ ഇനിയിപ്പോ പ്രശ്നമല്ല. ഞാനിപ്പോ എന്റെ സ്റ്റേഷൻ പരിധിയല്ലേ ഇത്. അപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ല. നമ്മളങ്ങനെ ശല്യക്കാരനൊന്നും അല്ലല്ലോ. നമുക്കറിയാം നിങ്ങൾ ജീവിക്കാൻ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അല്ല സാറ്, അല്ല വേറെ പ്രശ്നം വെച്ചാൽ നമുക്ക് മേളിൽ നിന്നുള്ള പ്രശ്നം. ഇപ്പൊ മേളിൽ നിന്ന് വിളിച്ച് പറഞ്ഞാൽ നമുക്കിപ്പോ അത് മാറ്റി അങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റില്ല. സാറിനെ കണ്ടാലും അറിയാം ഒരു നല്ലൊരു അല്ല കുഴപ്പമില്ല. എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ മര്യാദയ്ക്ക് ചെയ്യാത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ പൊറോട്ട ഉണ്ടോ? പൊറോട്ട ഉണ്ടെങ്കിൽ ഒരു 30 പൊറോട്ട പാഴ്സലാണ് വേണ്ടത്. പിന്നെ ചില്ലി ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈയോ ഏതെങ്കിലും ഒരു 5 എടുത്തു. ചിക്കൻ ഫ്രൈ 5. പിന്നെ അല്ലാതെ ഒരു ഓംലെറ്റ് എടുത്തു. ഒരു 5 ഡബിൾ വെച്ചിട്ട് 5 കേട്ടോ. പാഴ്സൽ എടുത്തു. ഓക്കെ സാറേ. പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഫ്രൂട്ട് സലാഡ്സ് ഉണ്ട്. ഫ്രൂട്ട് സലാഡ്സ് ഞാൻ മെമ്പർ ആയിരുന്നു. പക്ഷേ ഇത് എല്ലാം കൂടെ നടക്കണ ക്ലബിന്റെ പരിപാടി ഇത് എല്ലാം കൂടെ മറ്റേ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അല്ല, ഫ്രൂട്ട് സലാഡ്. ഫ്രൂട്ട്സ് ഒക്കെ വെട്ടിയിട്ട് ഒരു പ്ലേറ്റ്. അതാണ് ഞാൻ. അയ്യോ, അതില്ല. വേറെ എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് എല്ലാം ഉണ്ടോ? സ്നാക്സ് ചെറുകടിയേ സ്നാക്സ്. അയ്യോ, ചെറുകടിയേ. പിന്നെ ബോണ്ട ഉണ്ട്, ഉഴുന്നുവട, കേക്ക് ഉണ്ട്. കേക്ക് അല്ല, ഇപ്പൊ അതാ കേൾക്കാൻ പറ്റിയൊരു മൂഡിലല്ല ഞാൻ. വേറെ എന്തെങ്കിലും. പിന്നെ നെയ്യപ്പം ഉണ്ട് സാറേ. നെയ്യപ്പം ഉണ്ടോ? നല്ല ഫ്രഷ് നെയ്യപ്പം. അത് ശരി. സാറിന് അറിയാലോ ഈ നെയ്യപ്പം തിന്നാ 2 ഉണ്ട് കാര്യം. എന്നൊരു കാര്യം ഞാൻ നെയ്യപ്പം എനിക്ക് എന്നിട്ട് ആ 2 ഉണ്ട് താൻ എടുത്തു. ജോക്കാണ് മിസ്റ്റർ.